അപ്പോൾ ഞങ്ങൾ കൊടക്കാടൊക്കെ നടന്ന് പോകുകയാണ്. ഈ ഒരു ബാലവാടിയിലാണ് കേട്ടോ ഞാനൊക്കെ പഠിച്ചിരുന്നത്. ചെറുതാകുമ്പോൾ എൻ്റെ അമ്മ അങ്ങോട്ട് കൊടുന്നാക്കി തരും ബാലവാടിക്ക്. വൈകുന്നേരം വന്ന് കൊണ്ടുപോകും. അന്നൊക്കെ ഒരു മഞ്ഞ പൊടി ഉപ്പുമാവൊക്കെ കിട്ടിയിരുന്നല്ലോ. ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ആണ് മറ്റേ ആ ഒരു ഗോതമ്പ് ഉപ്പുമാവായത്. അതെനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ മഞ്ഞ പൊടി ഉപ്പുമാവാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത്. അതേപോലെ ആ ഒരു കൊടക്കാടുന്ന് 1 കിലോമീറ്റർ തന്നെ ഉള്ളൂ കേട്ടോ എൻ്റെ പെരേക്കെങ്കിലും. അന്നൊക്കെ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ മദ്രസും സ്കൂളൊക്കെ കൊടക്കാട് ടൗണിൽ തന്നെയാണ്. അപ്പം മദ്രസ്ക്ക് ഞങ്ങൾ രാവിലെ പോന്നതിന് പിന്നെ എൻ്റെ അമ്മ ഉച്ചക്ക് മദ്രസ് വിട്ട് വരുമ്പോഴത്തേന് ഭക്ഷണമായിട്ട് ആ ബാലവാടിക്ക് വരും. ആ ബാലവാടിയിൽ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും അവിടെ നിന്നാണ് സ്കൂൾക്ക് പോയിരുന്നത്. സ്കൂൾക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണ് കേട്ടോ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇതുമൂലരോടുന്ന് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അതായത് എൻ്റെ അനിയത്തിക്ക് ഓളെ മോൾക്ക് ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ പിന്നെ മറ്റേ അനിയത്തിക്ക് എന്താ ഷോളോ പിന്നെ അതുപോലെ ഓളെന്തൊക്കെ സാധനങ്ങളോ ഓളും നിസ്സാരങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഓലെ കൂടെ വെറുതെ കയറി എനിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ അനിയത്തിയുടേതാണ്. ഇതിൻ്റെ മറ്റേ അനിയത്തിയുടേതുമാണ് കേട്ടോ. ഈ ഒരു ബാഗ് നല്ല ഭംഗിയുള്ള ഒരു ബാഗായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അനിയത്തിയുടെ മോൾക്കൊരു ഉടുപ്പൊന്നും നോക്കുന്നുണ്ട്, ചെറിയ അനിയത്തിയുടെ. പക്ഷെ ഉടുപ്പൊന്നും അവൾക്ക് ഇഷ്ടമായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അവളൊരു കോട്ടൻ്റെ നല്ലൊരു ഉടുപ്പ് എടുക്കാന്നുള്ള പ്ലാനിങ്ങിൽ ചോദിച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് കാണിച്ചു തന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഉടുപ്പൊക്കെ തന്നെയായിരുന്നു, പക്ഷെ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തെന്നോളം അധികം യൂസ് ആക്കലില്ല. അപ്പോൾ പിന്നെ വെറുതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവളടുത്തുണ്ടേനു മാഷാല്ലാ ഡ്രസ്സൊക്കെ. ജസ്റ്റ് കോട്ടൻ്റെ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലേ, അങ്ങനത്തെ ഉണ്ടോ നോക്കിയതാണ് ഞങ്ങൾ. പിന്നെ അവൾക്ക് വെറുതെ ടോപ്പ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ഉണ്ടെങ്കിൽ എടുക്കാമെന്ന്. അപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല, അവൾ എടുത്തില്ല കേട്ടോ. അപ്പം ഞാനൊരു പർദ്ദ മോഡൽ ഒരു ഡ്രസ്സ് ഇട്ടോ, ലോങ് ഡ്രസ്സ്. ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഇട്ട് നോക്കുമ്പോൾ നല്ല ഭംഗി കേട്ടോ. അപ്പം എനിക്കിങ്ങനെ നോക്കിയതാണ്. അപ്പോൾ എനിക്ക് പാകണ്ട്. ഇതല്ല കേട്ടോ, വേറെയാണ് കാണിച്ചത്. അതിൻ്റെ കൈയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഡ്രസ്സ് കേട്ടോ, ഇതിൻ്റെ കയ്യും ഇതിട്ടിട്ട് നല്ല ഭംഗി കേട്ടോ എനിക്ക്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. 900 രൂപയാണ് കേട്ടോ. അങ്ങനെ പർദ്ദൻ്റെ മോഡലാണ്, ഫ്രോക്കാണെന്നാണ് കേട്ടോ പറഞ്ഞത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടപ്പോൾ. പിന്നെ ഇത് അവിടെ സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അനിയത്തിയുടെ കുട്ടിക്ക് എടുത്ത ടോപ്പ്. പിന്നെ അതേപോലെ ഷോളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിലുണ്ടായിരുന്നില്ല. ഈ ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആതുട്ടിക്ക് ഓള് ഇതാണ് കേട്ടോ എടുത്തത്. ഇതിന് 550 മറ്റേ അനിയത്തിയുടെ കുട്ടിയുടെ എത്രയായിരുന്നു എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയല്ല, അവൾ പറഞ്ഞു തന്നീന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഡ്രസ്സ് പറഞ്ഞാൽ മറ്റേ ടോപ്പാണ് കേട്ടോ, ചെറിയ ടോപ്പ് ഉണ്ടല്ലോ, അതാണ്.